ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. പാർവതിയെ കണ്ടിട്ട് വിശാൽ പറയുകയാണ് ബ്യൂട്ടിഫുൾ. അത്രയും പറഞ്ഞ് പാറുവിന്റെ തോളിൽ കൈവച്ച് നിൽക്കുകയാണ് വിശാൽ. ഇത് കാണുന്ന ഗാർഗി പറയുകയാണ്, അച്ഛാ കണ്ടില്ലേ, വിശാൽ ബ്രോ എന്താ പറഞ്ഞതെന്ന് അച്ഛൻ കേട്ടില്ലേ? അതേസമയം അങ്ങോട്ടേക്ക് സുശീല വരികയാണ്. സുശീല പാറുവിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇതെന്താ ഇവിടെ ഫാൻസി ഡ്രസ്സോ? ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുതെന്ന് കരുതിയാ ഞാനിന്ന് പോയത്. പക്ഷെ പ്രഭേച്ച് വിളിച്ച് ഗോപിയേട്ടന്റെ അവസ്ഥയൊക്കെ പറഞ്ഞപ്പോ ഞാൻ വന്നതാ. ഇവളെ ആരാ ഈ വേഷം കെട്ടിച്ചത്? ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, രാധികയും കാർഗിയും ചേർന്ന ഗോപിയേട്ടന്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ടാ ഇവരിതൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയത്. ഇത് കേൾക്കുന്ന രാധിക പറയുകയാണ്, സുശീലയ്ക്ക് ഞങ്ങളെ സംശയമുണ്ടെങ്കിലേ ഗോപിയേട്ടനോട് തന്നെ ചോദിച്ചു നോക്ക്. ഒന്നും പറയാൻ പറ്റില്ലെന്നേ ഉള്ളൂ, ഗോപിയേട്ടനെ എല്ലാം കേൾക്കാൻ സാധിക്കും. ഇത് കേൾക്കുന്ന ഗാർഗി ചോദിക്കുകയാണ്, ചെറിയമ്മ എന്തിനാ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് ബോധ്യപ്പെടുത്താനൊക്കെ നിൽക്കുന്നത്? മനസ്സുള്ളവർ വിശ്വസിച്ചാ മതി. അത്രയും പറഞ്ഞിട്ട് ഗാർഗി പറയുകയാണ്, അച്ഛാ, പാർവതി തന്നെയായിരിക്കും ഈ വീട്ടിലെ മരുമകളായിട്ട് വരുന്നതെന്നേ ഗായത്രി അമ്മയ്ക്ക് നേരത്തെ അറിയാമായിരുന്നെന്നാ തോന്നുന്നത്. കണ്ടില്ലേ ഉടുപ്പൊക്കെ എന്ത് കൃത്യം അളവാണെന്ന്. ഓർണമെന്റ്സും എല്ലാം പാർവതിക്ക് മാച്ചാണെന്ന് ഗാർഗി പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സുശീലയും പ്രഭാവതിയും. തുടർന്ന് രാധിക പറയുകയാണ്, ഓർണമെന്റ്സ് മുഴുവനൊന്നും വിട്ടിട്ടില്ല. ഇടാനേ പാർവതി ഒട്ടും സമ്മതിച്ചില്ല. അവൾക്ക് എന്തോ ചമ്മല് പോലെ. തുടർന്ന് ഗാർഗി ചോദിക്കുകയാണ്, അച്ഛാ, എങ്ങനെയുണ്ട് പാർവതിയെ കാണാൻ? ഗായത്രിയമ്മ പോലെയുണ്ടോ? വിശാൽ ബ്രോ പറ, എങ്ങനെയുണ്ട്? ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, പാർവതിയെ പോലെയുണ്ട്, സാക്ഷാൽ പാർവതി ദേവിയെ പോലെ. എന്താ ഐശ്വര്യം, എന്താ തേജസ് എന്നൊക്കെ വിശാൽ പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, ചെറിയമ്മേ, പാർവതിക്ക് കണ്ണ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഉപ്പും മുളകും ഒഴിഞ്ഞേ ഞാൻ അടുപ്പിലിട്ടോളാം എന്ന് രാധിക പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, സൗന്ദര്യമുള്ള പെൺകുട്ടികളെയൊന്നും നിങ്ങളാരും കണ്ടിട്ടില്ല, അതുകൊണ്ടാ നിങ്ങൾ ഇവളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്. ചെറിയമ്മേ, അസൂയക്കും കുശുമ്പിനും ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലേ എന്ന് ഗാർഗി പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, എനിക്ക് അസൂയയോ ഈ കോലം കെട്ടല് കണ്ടിട്ട്? സുശീലാൻറ്റി, എന്റെ വീട്ടിലും ജോലിക്കാരുണ്ട്. ഞങ്ങൾ വീട്ടുകാർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്നും ജോലിക്കാരെ എത്തി നോക്കുക പോലുമില്ല. പക്ഷേ ഈ വീട്ടിലെ വീട്ടുകാർക്ക് മേളിലാ ജോലിക്കാരുടെ സ്ഥാനം. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ആന്റി ഒന്ന് ആലോചിച്ച് നോക്കാൻ ജാസ്മിൻ പറയുമ്പോൾ സുശീല പറയുകയാണ്, വയ്യാതെ കിടക്കുന്നയാൾ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഗാർഗിയും രാധികയും ചേർന്ന് അത് സാധിച്ചു കൊടുത്തു. നല്ല കാര്യം തന്നെ. ആഗ്രഹം തീർന്നല്ലോ. ഇനിയേ നീ പോയി നിന്റെ വസ്ത്രം ഇട്ടിട്ട് വാ. ചെല്ല്, പോയി അടുക്കളക്കാരുടെ വേഷമെടുത്തിടാൻ വേണ്ടി സുശീല പറയുമ്പോൾ രാധിക പറയുകയാണ്, നിൽക്ക്. നിന്നെ ഈ വേഷത്തിൽ കാണാൻ വേണ്ടി മാത്രമല്ല ഗോപിയേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത്. ഇനി മുതൽ നിന്റെ വേഷം ഇതായിരിക്കണം എന്നാണ് ഗോപിയേട്ടൻ പറഞ്ഞത്. ഇത് കേൾക്കുന്ന ഗോപിനാഥൻ കൈകൊണ്ട് അതെ എന്ന രീതിയിൽ കാണിക്കുകയാണ്. തുടർന്ന് പ്രഭാവതി ദേഷ്യത്തോടെ പറയുകയാണ്, നീ എന്താ പറഞ്ഞത്? ഇന്നു മുതൽ ഇവളിവിടെ തമ്പുരാട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങി നടക്കണമെന്നോ? അത് ഞാനല്ല പ്രഭാവതി പറഞ്ഞത്, ഗോപിയേട്ടനാണ്. പ്രഭാവതിക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിലേ അത് ഗോപിയേട്ടനോട് പറഞ്ഞാൽ മതി. ഇത് കേൾക്കുന്ന പ്രഭാവതി ഗോപിയേട്ട എന്ന് വിളിക്കുമ്പോൾ ഗോപിനാഥ് പെട്ടെന്ന് തന്നെ കണ്ണടച്ച് കിടക്കുകയാണ്. അച്ഛന്റെ കണ്ണടച്ചു കളഞ്ഞു, ഒന്നും കാണുകയും കേൾക്കുകയും വേണ്ടെന്നാ അതിന്റെ അർത്ഥം എന്ന് ഗാർഗി പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, കേട്ടില്ലേ ആന്റി, അങ്കിള് കണ്ണടച്ചതിന് അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. ഇവർക്ക് തോന്നുന്ന പോലെ ഓരോന്ന് പറയുകയാണ്. തുടർന്ന് സുശീല പറയുകയാണ്, പാർവതി ഇവിടുത്തെ ജോലിക്കാരിയാണ്, അവൾക്ക് ജോലിക്കാരുടെ വേഷം തന്നെ മതി. ഒരു മിനിറ്റേ, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് ഗാർഗി മുറിയുടെ പുറത്തേക്ക് പോകുന്നു. തുടർന്ന് സുശീല പറയുകയാണ്, സംസാരശേഷി നഷ്ടമായെന്ന് കരുതി ബാക്കിയുള്ളവരെ വിഡ്ഢിയാക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും ഇവിടെ ഇനി ഉണ്ടാകാൻ പാടില്ല. തുടർന്ന് ഗാർഗി വന്നിട്ട് പറയുകയാണ്, അച്ഛന്റെ അഭിപ്രായം എന്ന നിലയിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങളാരും കണക്കിലെടുക്കണ്ട. പാർവതി ഇനി മുതൽ ഇവിടുത്തെ പണിക്കാരിയാണോ വീട്ടുകാരിയാണോ എന്ന് ഈ പേപ്പർ പറയും. ഇതാരും മറന്നിട്ടില്ലല്ലോ എന്ന് ഗാർഗി പറയുമ്പോൾ പണ്ട് ഗാർഗിയും രാധികയും കൂടി തന്നെ കൊണ്ട് ഒപ്പിടിച്ച എഗ്രിമെന്റിന്റെ കാര്യം പ്രഭാവതി ഓർക്കുകയാണ്. ഗോപിയേട്ടന്റെ ആഗ്രഹം കൊണ്ട് മാത്രമല്ല, ഈ എഗ്രിമെന്റ് പ്രകാരം ഇനി മുതൽ ഇവൾക്ക് ഈ വീട്ടിലൊരു തമ്പുരാട്ടിയെ പോലെ തന്നെ അണിഞ്ഞൊരുങ്ങി നടക്കാം എന്നൊക്കെ രാധിക പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ബാക്കിയെല്ലാവരും. തുടർന്ന് പ്രതാപം പറയുകയാണ്, അളിയ ഇങ്ങോട്ട് നോക്കിയേ, അളിയന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഞാനേ ഒരു കാർപ്പന്ററിനെ വിളിച്ചു വരുത്തി ഒരു സിംഹാസനം കൂടി പണിയിക്കാം. മരുമോള് മഹാറാണിയായിട്ട് അതിലും കൂടി കയറി ഇരിക്കട്ടെ. തുടർന്ന് പാറു പറയുകയാണ്, എനിക്ക് സിംഹാസനമൊന്നും വേണ്ട, ഞാനിവിടുത്തെ മഹാറാണിയുമല്ല. ഈ വേഷം എനിക്ക് ചേരില്ലെന്ന് ഇവിടെയുള്ളവരെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. തുടർന്ന് സുശീല ചോദിക്കുകയാണ്, വിഷ്, എന്താ നിന്റെ പ്ലാൻ? ഈ എഗ്രിമെന്റിൽ ഉള്ളതുപോലെ ഇവളെ ഇവിടുത്തെ തമ്പുരാട്ടി വാഴിക്കാനാണോ നീ പറയുന്നത്? തുടർന്ന് വിശാൽ പറയുകയാണ്, ഇത് നിങ്ങൾ തമ്മിലുണ്ടാക്കിയ എഗ്രിമെന്റ് ആണ്. അന്നും ഇന്നും ഞാനൊരു കാഴ്ചക്കാരൻ മാത്രമാണ്. പക്ഷേ ഈ എഗ്രിമെന്റ് നിലനിൽക്കെ ഞാനൊരു കാര്യം പറയാം, ഈ പാർവതിക്കാണ് ഇവിടെ പവർ. ഇത് കേൾക്കുന്ന ജാസ്മിൻ ചോദിക്കുകയാണ്, എന്ന് വെച്ചാ എനിക്കിവിടെ ഒരു സ്ഥാനവുമില്ലെന്നല്ലേ പറയുന്നത്? ഇത് കേൾക്കുന്ന രാധിക പറയുകയാണ്, നിനക്ക് ഈ വീട്ടിലെ ഒരു സ്ഥാനമേ ഉള്ളൂ, വലിഞ്ഞു കയറി വന്നവളെന്നുള്ള സ്ഥാനം. അതിൽ കൂടുതൽ നീ ആഗ്രഹിച്ചിട്ടുണ്ടാകും. ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ അർഹതയുള്ളത് മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. തുടർന്ന് ഗാർഗി ചോദിക്കുകയാണ്, കാര്യങ്ങൾക്കൊക്കെ ഏകദേശം തീരുമാനമായ സ്ഥിതിക്ക് നിനക്ക് ഇവിടെ നിന്നൊന്ന് പോയിക്കൂടെ?
തുടർന്ന് സമനില തെറ്റിയവരെ പോലെ ജാസ്മിൻ പറയുകയാണ്, ഞാനിവിടെ നിന്ന് പോകണമല്ലേ, ഞാനിപ്പോൾ തന്നെ പോയി തരാം. അത്രയും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് തൻ്റെ കയ്യിൽ പിടിക്കുകയാണ് ജാസ്മിൻ. അതിനുശേഷം ജാസ്മിൻ കത്തി വെച്ച് സ്വയം കുത്താനൊരുങ്ങുന്നു. അതേസമയം ജാസ്മിൻ്റെ പപ്പ വിശാലിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ജാസ്മിൻ സ്വയം കുത്തി മരിക്കാനൊരുങ്ങുമ്പോൾ സുശീലയും പ്രതാപനും ചേർന്ന് ജാസ്മിനെ തടഞ്ഞു നിർത്തുകയാണ്. അതേസമയം ജാസ്മിൻ്റെ പപ്പ അങ്ങോട്ടേക്ക് കയറി വരികയും ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയുമാണ്. നിർത്ത് എന്ന് അയാൾ പറയുമ്പോൾ ജാസ്മിൻ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിക്കുകയാണ്. കരയണ്ട, ഇതിനൊരു തീരുമാനമുണ്ടാക്കിയിട്ട് മാത്രമേ പപ്പ ഇവിടുന്ന് പോവുകയുള്ളൂ. തുടർന്ന് അയാൾ പ്രഭാവതിയോട് ചോദിക്കുകയാണ്, പ്രഭാവതി, എന്തും പറഞ്ഞോണ്ടാ നിങ്ങൾ എൻ്റെ മകളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ട് വിവാഹം നടന്നോ? എനിക്ക് ഇന്ന് തന്നെ ഇതിനെപ്പറ്റി ഒരു തീരുമാനം അറിയണം. വക്കീലെ, ഞാൻ നിങ്ങളോട് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. വിശാലിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാൻ തന്നെയാ ഞാൻ ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. വിവാഹം നടത്തി കൊടുക്കാൻ ശ്രമിച്ചതുമാണ്. എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് ജാസ്മിനും ജിതിനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ആശുപത്രിയിൽ നിന്നും വിശാല് തിരികെ എത്തിയതേ ഉള്ളൂ. വാക്ക് തന്നത് പ്രഭാവതിയാണെങ്കിലേ അത് നടത്തിയെടുക്കാനും പ്രഭാവതിക്കറിയാം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊന്നും തന്നെ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. വിശാല് ജാസ്മിനെ വിവാഹം കഴിക്കുമെന്ന് മിസ്റ്റർ ഗോപിനാഥ് പറയട്ടെ. ഗോപിനാഥിന്റെ വാക്കുകൾ എനിക്ക് വിശ്വാസമാണെന്ന് വക്കീൽ പറയുമ്പോൾ മുഖം തിരിച്ചു കിടക്കുകയാണ് ഗോപിനാഥ്. തുടർന്ന് വിശാല് പറയുകയാണ്, അച്ഛനെ ബുദ്ധിമുട്ടിക്കേണ്ട, നിങ്ങൾ എൻ്റെ വിവാഹത്തെക്കുറിച്ചല്ലേ പറയുന്നത്? അതിന് ഞാൻ മറുപടി പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഉറപ്പു നൽകുന്നു, ജാസ്മിൻ ഇനിയും വിവാഹ വേഷത്തിൽ ഒരുങ്ങും. വിവാഹം നടക്കും. ഇത് കേൾക്കുന്ന രാധിക ചോദിക്കുകയാണ്, വിശാൽ, നീ എന്തൊക്കെ ഈ പറയുന്നത്? വിശാലിന് പറയാനുള്ളത് വിശാല് പറഞ്ഞോളും. അതിൻ്റെ ഇടയ്ക്ക് രാധിക കയറി സംസാരിക്കേണ്ടെന്ന് സുശീല പറയുന്നു. ജാസ്മിന് വേണ്ടി നിങ്ങളെയൊക്കെയല്ലേ സംസാരിക്കുന്നത്, അപ്പോൾ വിശാലിന് വേണ്ടി എനിക്കും സംസാരിക്കാം. വിശാൽ, നീ ഒന്നും ആലോചിക്കാതെ എടുത്തുചാടി വാക്ക് കൊടുക്കാൻ നിൽക്കരുതെന്ന് രാധിക പറയുന്നു. വിവാഹം ഒരു പെൺകുട്ടിയുടെ അവകാശമല്ലേ ചെറിയമ്മേ? ജാസ്മിൻ്റെ അവകാശം നമുക്കായിട്ട് നിഷേധിക്കാൻ സാധിക്കില്ലല്ലോ. വിവാഹം നടക്കും. അതുവരെ ജാസ്മിന് ഈ വീട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യാം. വിശാൽ ബ്രോ, പാർവതിയെ മറന്നുകൊണ്ടൊന്നും ചെയ്യല്ലേ, പാപം കിട്ടുമെന്ന് ഗാർഗി പറയുന്നു. തുടർന്ന് വിശാൽ പറയുകയാണ്, ഈ വിശാൽ ഗോപിനാഥിന് ഒരു വാക്കേ ഉള്ളൂ അങ്കിൾ. അങ്കിളിന് ജാസ്മിനെ വിവാഹവേഷത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ എനിക്കതിന് 1 മാസം സാവകാശം വേണം. ഇത് കേൾക്കുന്ന പാർവതിയും രാധികയും ഗാർഗിയും ഒക്കെ വിഷമത്തോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.